ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രോബെറിയും പിന്നെ 1 കപ്പ് പാല് നന്നായിട്ട് തിളപ്പിച്ച് അത് നല്ലപോലെ തണുപ്പിച്ചെടുത്തു. പിന്നെ അത് ഫ്രീസറിൽ വെച്ചൊന്ന് കുറച്ച് കട്ടയാക്കിയിട്ടുണ്ട്, അത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1 സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ആഡ് ചെയ്യുകയാണ്, വാനില ഐസ്ക്രീം. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുകയാണ്. സ്ട്രോബെറിക്ക് കുറച്ചൊരു പുളി കാണുമായിരിക്കും, അപ്പം അതൊന്ന് ബാലൻസ് ആവാൻ വേണ്ടി 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഒരു പിഞ്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. കുറച്ചുകൂടി മധുരം ആവശ്യമുണ്ട്. സോ ഞാനൊരു 2 ടേബിൾ സ്പൂണും കൂടെ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നന്നായിട്ട് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ ഷുഗർ ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ടോട്ടൽ 6 ടേബിൾ സ്പൂൺസ് ആയിട്ടുണ്ട് ഷുഗർ. ഇനി ഒന്നുകൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പോപ്സിക്കിൾ മേക്കർ ഉണ്ട്, ഇതുപോലത്തെ ചെറിയ പ്ലാസ്റ്റിക് കിട്ടും. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും, പല ഷേപ്സ് ഉണ്ട്. അതിൽ എനിക്കുള്ളത് ഇത് ഈ ടൈപ്പാണ്. ഇതിപ്പം നമുക്ക് എന്ത് ജ്യൂസാണോ അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതിങ്ങനെ ഈ സ്റ്റിക്ക് വെച്ച് അടച്ച് ഫ്രീസറിൽ വെച്ചെടുത്താൽ മതി. അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പേപ്പർ കപ്സ് യൂസ് ചെയ്യാം. പേപ്പർ കപ്സിനകത്ത് ഇങ്ങനെ ജ്യൂസസ് അല്ലെങ്കിൽ മിൽക്ക് ഷേക്ക്സ് ആഡ് ചെയ്തിട്ട് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞ് പേപ്പർ കപ്പ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് വെച്ചാൽ മതി, നമുക്ക് പോപ്സിക്കിൾ കിട്ടും. ഇപ്പം ഞാൻ ഇതിലാണ് ട്രൈ ചെയ്യുന്നത്. ഇതിങ്ങനെ ആഡ് ചെയ്ത് നമുക്ക് ഇത് കുറച്ച് കൂടിപ്പോയി, ഇത്രയും മതിയാവും. കുറച്ച് ഗ്യാപ്പ് ഇടണം. ഇനി ഇത് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഒരു 2 to 3 hours എടുക്കും ഇതൊന്ന് സെറ്റ് ആവാൻ. നമുക്കത് കഴിഞ്ഞിട്ട് നോക്കാം.